കാട്ടാനയാക്രമണത്തിൽ മുണ്ടക്കയത്ത് ഒരു ജീവൻ നഷ്ടമായിരുന്നു. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. മുണ്ടക്കയത്താണ് റോഡ് ഉപരോധം. വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. നിതിൻ തോമസ് ആണ് വിവരങ്ങളുമായുള്ളത്. നിതിൻ, വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാവുകയാണ്. ഗതാഗതം പരിപൂർണമായി നിശ്ചലമാണോ? മുണ്ടക്കയത്തുള്ള തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. മുണ്ടക്കയത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ, മുണ്ടക്കയത്തിന് സമീപത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ജനവാസ മേഖലയിൽ കാട്ടാന കഴിഞ്ഞ കുറേ ദിവസമായുണ്ട്. നേരത്തെയും ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായിരുന്നു. അതേ ആന തന്നെയാണ് ഇന്ന് ഒരു ജീവൻ കൂടി എടുത്തത് എന്നായിരുന്നു നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞത്. ഇപ്പോൾ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണോ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്? പ്രധാനപ്പെട്ട പാതയിലെ ഗതാഗതം പരിപൂർണമായി നിശ്ചലമാണോ? തീർച്ചയായിട്ടും ഈ മുണ്ടക്കയം റോഡിലെ 35-ാം മൈലിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡിലൂടെ ഉപരോധ പ്രതിഷേധം, റോഡിൽ കുത്തിയിരുന്ന് ഉപരോധ പ്രതിഷേധം തീർക്കുകയാണ്. വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ബലം ഉപയോഗിച്ച് ഇവരെ മാറ്റി വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പക്ഷേ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് ഈ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്ന പ്രവർത്തകരെ ഒരു വശത്തേക്ക് മാറ്റി ഇവിടുത്തെ ഗതാഗതം പഴയ രീതി ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ പ്രതിഷേധവുമായി റോഡിൽ തന്നെയുണ്ട്. വനം വകുപ്പിനെതിരെയാണ് പ്രതിഷേധം. മന്ത്രിക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട് പ്രതിഷേധക്കാരിൽ നിന്നും. അത്തരത്തിൽ ഈ പെരുവന്താനം പഞ്ചായത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ ഈ ഒരു 3-4 മാസത്തിനിടയ്ക്ക് രണ്ടാമത്തെ മരണമാണ് കാട്ടാന ആക്രമണത്തിൽ ഉണ്ടാവുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ പുരുഷോത്തമന്റെ മരണം. ഇന്ന് രാവിലെ റബ്ബർ ടാപ്പിങ്ങിനായിട്ട് ഇറങ്ങിയപ്പോഴാണ് പുരുഷോത്തമന് അതിദാരുണ അന്ത്യം ഉണ്ടാവുന്നത്. കാട്ടാന ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്. അത്തരത്തിൽ നിരന്തരമായി ഉണ്ടാവുന്ന കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പ്രദേശത്ത് കാട്ടാന ആക്രമണം നിരന്തരമായി ഉണ്ടാവുന്നുണ്ട്. കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതിനെതിരെ പല തവണ വനം വകുപ്പിൽ പല രീതിയിൽ ഇവർ പ്രതിഷേധം ഉയർത്തിയിരുന്നു, അല്ലെങ്കിൽ പരാതികൾ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു രീതിയിലും, അതായത് വനം വകുപ്പ് എത്തും, ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തും. പക്ഷേ ഇത് വീണ്ടും വനങ്ങളിൽ നിന്ന് ഈ ജനവാസ മേഖലയിലേക്ക് തിരിച്ചു വരുന്നു. വനപ്രദേശത്തോട് ചേർന്ന പ്രദേശമാണ് ഈ പെരുവന്താനം ഉൾപ്പെടുന്ന മുണ്ടക്കയം പെരുവന്താനം മേഖലകളെല്ലാം തന്നെ. അപ്പോൾ അത്തരത്തിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് സ്ഥിരമായി നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.